നമ്പർ 17 ഓവറിനെ പറ്റിയാണ്. ഓവർ എന്താണെന്ന് നോക്കാം. ദ ബോൾ ഷാൽ ബി ബോൾ ഫ്രം ഈച്ച് എൻഡ് ഓൾട്ടർനേറ്റീവ്ലി ഇൻ ഓവേഴ്സ് ഓഫ് 6 ബോൾസ്. അപ്പോൾ രണ്ട് എൻഡ് ഉണ്ടാവുമല്ലോ, നമ്മുടെ പിച്ചിൻ്റെ രണ്ട് എൻഡിൽ നിന്ന് ഓൾട്ടർനേറ്റീവായിട്ട് വേണം ഓവേഴ്സ് എറിയാൻ. അത് ഒരു ഓവറിൽ 6 ബോൾ എന്നാണ് പറയുന്നത്. സ്റ്റാർട്ട് ഓഫ് ഓവർ എന്താണെന്ന് നോക്കാം. An over has started when the bowler starts his her run up, or if there is no run up, starts his her action for the first delivery of that over. ഒരു ബോൾ സ്റ്റാർട്ടായി അല്ലെങ്കിൽ ഓവർ സ്റ്റാർട്ടായി എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ റണ്ണപ്പ് തുടങ്ങും. ഇപ്പോൾ റണ്ണപ്പ് ഇല്ലെങ്കിൽ അയാളുടെ ആക്ഷൻ തുടങ്ങുമ്പോൾ അതിനാണ് പറയുന്നത്. വാലിറ്റി ഓഫ് ദ ബോൾ. A ball shall not count as one of the 6 balls of over unless it is delivered, even though as in law 38.3 non-striker leaving his ground early. A batter may be dismissed or some other incident occurs without the ball having been delivered. അപ്പോൾ ബോൾ കൗണ്ട് ചെയ്യപ്പെടില്ല എപ്പോഴാണ് ഈ 6 ബോളിൽ ബോൾ കൗണ്ട് ചെയ്യാത്ത ഏതാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ, കയ്യിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ പക്ഷേ അത് കൗണ്ട് ചെയ്യപ്പെടില്ല. ബേസിക്കലി കയ്യിൽ നിന്ന് വിട്ടു പോകുന്നില്ല എന്നുള്ള ഒരു ടൈമിലാണ്. പിന്നെ നമ്മുടെ മാങ്കറ്റ് ചെയ്യുന്നതിൻ്റെ റൂളിൻ്റെ ഒരു ഇതിൽ വേറൊരു എക്സെപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ കാണിക്കുന്നത്. എക്സെപ്ഷൻ അല്ല, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ലോ ആണ് നോൺ സ്ട്രൈക്കർ ലീവിങ് ഇസ് ഗ്രൗണ്ട് ഏർലി എന്ന് പറഞ്ഞാൽ അവരിത് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ ഔട്ടാക്കാൻ വേണ്ടിയുള്ള കുറച്ച് വകുപ്പുകൾ അതിലുണ്ട്. അപ്പോൾ അതിനുണ്ട്. എ ബോൾ ഡെലിവർഡ് ബൈ ബോളർ ഷാൽ നോട്ട് കൗണ്ട് ആസ് വൺ ഓഫ് ദ 6 balls ഓഫ് ദ ഓവർ ഇഫ് ഇറ്റ് ഈസ് കോൾഡ് ഡെഡ് വിളിച്ചാൽ ബോളായിട്ട് കൂട്ടില്ല. ഓർ ഈസ് കൺസിഡേർഡ് ഡെഡ് ബിഫോർ ദ സ്ട്രൈക്കർ ഹാസ് ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്ലേ ഇറ്റ്. അപ്പോൾ ഡെഡ് ബോൾ വിളിക്കുമ്പോൾ സ്ട്രൈക്കറിന് കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി പറ്റാത്ത ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ ബോൾ കൗണ്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. സ്ട്രൈക്കർക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ഡെഡ് ബോൾ പോലത്തെ എന്തെങ്കിലും സാഹചര്യം. ഇഫ് ഇറ്റ് ഈസ് കോൾഡ് ഡെഡ് ഇൻ സർക്കംസ്റ്റാൻസ് ഓഫ് 20.4 അത് വരാൻ പോകുന്നുള്ളൂ. 23 ഡെഡ് ബോളിനെ പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ലോ 21 നോ ബോളിനെ പറ്റി പറയുന്നുണ്ട്. വൈഡിനെ പറ്റി ലോ 22 പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഇതൊന്നും ലീഗൽ ഡെലിവറീസ് ആയിട്ട് കൗണ്ട് ചെയ്യില്ല. വെൻ യു ഏരിയ ഓഫ് ദ ലോ 24.4 പ്ലെയർ റിട്ടേണിങ് വിത്തൗട്ട് പെർമിഷൻ, പിന്നെ ഫീൽഡിങ് ദ ബോൾ, ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു ഡിസ്ട്രാക്ട് സ്ട്രൈക്കർ, അങ്ങനെ പല റൂൾസ് ആയിട്ട് വന്നു കഴിഞ്ഞാലും ഈ ബോൾ കൗണ്ട് ചെയ്യപ്പെടാണ്ടിരിക്കാം. ഇനി ഡെലിവറീസ് അതർ ദാൻ ദോസ് ലിസ്റ്റഡ് ഇൻ 17.3.1 ആൻഡ് 70.3 ഷാൽ ബി നോൺ ആസ് വാലിഡ് ബോൾ. അതായത് നോ ബോൾ, വൈഡ് ബോൾ, അങ്ങനെ പിന്നെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ലോസുകളിൽ ഉണ്ടാവും. അപ്പോൾ അതൊഴിച്ചുള്ള എല്ലാ ബോളുകളും വാലിഡ് ബോളായിട്ട് കൂട്ടും. കൗണ്ട് ടുവേർഡ്സ് ദ 6 balls ഓഫ് ദ ഓവർ എന്ന് പറയുന്നത്. ഇനി കോൾ ഓഫ് ദ ഓവർ എന്താണ്? വെൻ 6 വാലിഡ് ബോൾസ് ഹാവ് ബീൻ ബോൾഡ് ആൻഡ് വെൻ the ball becomes dead, the umpire shall call over before leaving the wicket. അതായത് നമ്മുടെ ഓവർ തീരുന്നത് എപ്പോഴായിട്ടാണ്? ബോൾ ഡെഡ് ആവണം. ബാറ്റ്സ്മാൻ അടിച്ചിട്ട് ഫീൽഡറിൻ്റെ കയ്യിലെത്തിയിട്ട് അത് തിരിച്ചയാൾ റിട്ടേൺ കീപ്പർക്കോ ബോളർക്കോ അത് കൊടുത്തതിന് ശേഷം ബോൾ ഡെഡായി, വെൻ നോട്ട് ഇൻ പ്ലേ എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴാണ് ഡെഡ് ആകുന്നത്. അപ്പോൾ അമ്പയർ അവിടെ തന്നെ നിന്നുകൊണ്ട് ഓവർ പിടിച്ചിട്ട് പിന്നെ ആ വിക്കറ്റ് ലീവ് ചെയ്യുന്നു. മറ്റേ എൻഡ് ചേഞ്ച് ചെയ്യുമല്ലോ, ഓരോ ഓവറിലും ഓൾട്ടർനേറ്റ് എൻഡ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്ട്രൈക്കർ അമ്പയർ നിന്ന ആൾ നെക്സ്റ്റ് ഓവറിൽ അയാൾ നോൺ സ്ട്രൈക്ക് ബോളർ എൻഡ് അമ്പയർ ആയിരിക്കും. അപ്പോൾ അതാണ് അവിടെ മാറുന്നത്. അമ്പയർ മിസ്കൗണ്ട്. ഇഫ് ദ അമ്പയർ മിസ്കൗണ്ട്സ് ദ നമ്പർ ഓഫ് വാലിഡ് ബോൾസ് ഓവേഴ്സ് ആസ് കൗണ്ടഡ് ബൈ ദ അമ്പയർ ഷാൽ സ്റ്റാൻഡ്. എങ്ങനെ അമ്പയർ മിസ്കൗണ്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ 6 ബോൾ കഴിഞ്ഞാൽ 7 ബോളിന്ന് കൗണ്ട് ചെയ്തെങ്കിൽ അത് നെക്സ്റ്റ് ബോളായിട്ട് കൂട്ടേണ്ടി വരും. വാലിഡ് ബോളായിട്ട് തന്നെ കൂട്ടും. അപ്പോൾ അത് ഓവറിൽ ആഡപ്പ് ആവും. ഇപ്പോൾ ഇഫ് ഹാവിങ് മിസ്കൗണ്ടഡ് ദ അമ്പയർ അലൗസ് ആൻ ഓവർ ടു കണ്ടിന്യൂ ആഫ്റ്റർ 6 വാലിഡ് ബോൾസ് have been bowled, he she may subsequently call the over when the ball becomes dead after any delivery, even if that delivery is not a valid ball. അപ്പോൾ മിസ്കൗണ്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്പയർ ആ ഓവർ കണ്ടിന്യൂ ദ അമ്പയർ അലൗസ് ആൻ ഓവർ ടു കണ്ടിന്യൂ ആഫ്റ്റർ 6 വാലിഡ് ബോൾസ് ഹാവ് ബീൻ ബോൾഡ് ആൻഡ് മേ സബ്സിക്വൻ്റ്ലി കോൾ ദ ഓവർ. എന്നിട്ട് 7ാമത്തെ ബോൾ പറഞ്ഞിട്ട് അത് ഓവർ വിളിക്കുക. അപ്പോൾ അത് വെൻ ദ ബോൾ ബിക്കംസ് ഡെഡ് ആഫ്റ്റർ എനി ഡെലിവറി, ഈവൻ ഇഫ് ദാറ്റ് ഡെലിവറി ഇസ് നോട്ട് എ വാലിഡ് ബോൾ. ഇപ്പോൾ 7ാമത്തെ ബോൾ നോ ബോൾ ആയാലും ആ ഓവർ തീർന്നല്ലോ. അപ്പോൾ അത് നോ ബോളായിട്ട് കൂട്ടുന്നു, എന്നിട്ട് ആ ഓവർ തീർത്ത് വിടുന്നു എന്നാണ് പറഞ്ഞത്. ബോളർ ചേഞ്ചിങ് എൻഡ്സ്. എ ബോളർ ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് എൻഡ്സ് ആസ് ഓഫൺ ആസ് ഡിസൈഡ് provided she does not bowl 2 consecutive overs nor bowl parts of each of the 2 consecutive overs in the same innings. അതായത് ഒരേ എൻഡിൽ നിന്ന് അടുപ്പിച്ചറിയാൻ പറ്റില്ല എന്നാണ് മീൻ ചെയ്തത്. അത് ഓരോ ഓവർ കഴിയുമ്പോൾ നമ്മൾ എൻഡ് മാറും.
അപ്പോൾ ഒരിക്കലും ഒരു ബോളർ അടുപ്പിച്ച് 6, 12 ബോൾ അങ്ങനെയൊക്കെ എറിയില്ല, അല്ലെങ്കിൽ പാർട്ടായിട്ടോ 9 ബോളോ അങ്ങനെയൊക്കെ ആയിട്ട് എറിയും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഫിനിഷിങ് ആൻ ഓവർ അതർ ദാൻ ദ എൻഡ് ഓഫ് ദ ഇന്നിങ്സ് എ ബോളർ ഷാൽ ഫിനിഷ് ആൻ ഓവർ ഇൻ പ്രോഗ്രസ് അൺലെസ് ഇൻകപ്പാസിറ്റേറ്റഡ് ഓർ സസ്പെൻഡ് അണ്ടർ എനി ഓഫ് ദ ലോസ്. അതായത് ഇന്നിങ്സ് തീരുവാണെങ്കിൽ പിന്നെ എറിഞ്ഞോണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ, കളി ജയിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എറിഞ്ഞോണ്ട്. അപ്പോൾ അത് അല്ലാത്ത പക്ഷം ബോളർ എറിഞ്ഞ ഓവർ തീർക്കണം എന്ന് പറഞ്ഞാൽ അൺലെസ് ഇൻകപ്പാസിറ്റേറ്റഡ് ഓർ സസ്പെൻഡ്. അതായത് ഈ ബോൾ നമ്മുടെ ബീമർക്ക് എറിഞ്ഞ് സസ്പെൻഡ് ചെയ്യുന്ന ചില കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സസ്പെൻഡ് ചെയ്ത് ഏതെങ്കിലും ലോസ് വെച്ച് സസ്പെൻഡ് ചെയ്തപ്പെടാണ്ടിരുന്നാൽ ഇത് എറിഞ്ഞ് തീർക്കണം എന്നുള്ള കാര്യമാണ്. ഇഫ് ഫോർ എനി റീസൺ അതർ ദാൻ ദ എൻഡ് ഓഫ് ദ ഇന്നിങ്സ് ആൻ ഓവർ ഈസ് ലെഫ്റ്റ് അൺകംപ്ലീറ്റഡ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ആൻ ഇൻ്റർവൽ ഓർ ഇൻട്രപ്ഷൻ ഇറ്റ് ഷാൽ ബി കംപ്ലീറ്റഡ് ഓൺ റിസംപ്ഷൻ ഓഫ് ദ പ്ലേ. ഇഫ് ഫോർ എനി റീസൺ ഏതെങ്കിലും കാരണവശാൽ എൻഡ് ഓഫ് ദി ഇന്നിങ്സ് അല്ലാണ്ട് ഏതെങ്കിലും ഒരു ടൈമിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്താ നമ്മൾ ബോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തു, അപ്പോൾ 3 ബോൾ കഴിഞ്ഞിട്ടുള്ളൂ, എന്നിട്ട് രണ്ടാമത് തുടങ്ങുമ്പോൾ ബാക്കി 3 ബോൾ എറിയണം എന്നുള്ള ആ ഒരു കാര്യമാണ് പറഞ്ഞേക്കുന്നത് എക്സാമ്പിൾ. ബോൾ incapacitated or suspended during an over. If for any reason the bowler is incapacitated while running up to deliver the first ball of an over or is incapacitated during an over, the umpire shall call and signal dead ball. അപ്പോൾ ബോളേഴ്സിന് സസ്പെൻഡ് ചെയ്യാനുള്ള പല റീസൺസ് അത് നമ്മൾ പല ലോസിൽ പഠിക്കും, നോ ബോളിൻ്റെ ലോയിലും അതിലൊക്കെ പഠിക്കും. അപ്പോൾ ആ ഒരു കേസ് ഒരാണ് ഇൻകപ്പാസിറ്റി ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം അത് ഫസ്റ്റ് ബോൾ എറിയാനാണെങ്കിലും ഇടയിലുള്ള ഏതെങ്കിലും ബോൾ എറിയാനാണെങ്കിലും അപ്പോൾ തന്നെ അമ്പയർ ആ ബോൾ ഡെഡ് വിളിക്കുക എന്നുള്ള കേസ് പറയണേ. ഇഫ് ബോളർ ഈസ് ഇൻകപ്പാസിറ്റേറ്റഡ് ഓർ സസ്പെൻഡ് ഡ്യൂറിങ് ആൻ ഓവർ അനദർ ബോളർ ഷാൽ കംപ്ലീറ്റ് ദ ഓവർ ഫോർ ദ സെയിം എൻഡ് ഫ്രം ദ സെയിം എൻഡ്. ഓക്കെ, അതായത് ഇപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തു 2 ബോൾ എറിഞ്ഞപ്പോഴത്തേക്കും, അപ്പോൾ എക്സാമ്പിൾ പറയാം, ഫസ്റ്റ് ബോൾ ബീമറായി പോയി, കുത്താതെ നേരെ ബാറ്റ്സ്മാൻ ഡേഞ്ചറസ് ആയിട്ടുള്ള എറിഞ്ഞു, രണ്ടാമത്തെ ബോളും ബീമറായി പോയി ഡ്യൂ ടു എനി റീസൺ ആയിക്കോട്ടെ. അപ്പോൾ 2 ഇതൊക്കെ എറിഞ്ഞ അയാൾ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്കി 4 ബോൾ എറിയാൻ വേറൊരാളെ കൊണ്ടുവരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയാളെ കൊണ്ടുവന്ന് 4 ബോൾ എറിയിക്കണം. എന്നിട്ട് നെക്സ്റ്റ് ഓവർ അയാളെ കൊണ്ട് എറിയിക്കാനും പാടില്ല, അയാൾ കോൺസിക്യൂട്ടീവ് എറിയാനും പാടില്ല. അല്ലെങ്കിൽ അതായത് 4 ബോൾ ഇതിൽ എറിഞ്ഞിട്ട് പിന്നെ ബാക്കി 6 ബോൾ അയാൾ അങ്ങനെ എറിയാൻ പറ്റില്ല എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. കോൺസിക്യൂട്ടീവായിട്ട് എറിയാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന റൂൾസ് തന്നെയാണ്, എങ്കിലും ജസ്റ്റ് ഇത് ലോ നമ്പർ 17 കവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക.